അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സങ്കീർത്തനം 116:1. 207 സ്നേഹ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ സ്നേഹ സംഗമത്തിന് ആരംഭം കുറിക്കാം. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി ശ്രീമതി ലിസി വർഗീസിനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. ഈ വിശ്വമാകയും വ്യാപിച്ചു നിൽക്കുമീ സത്യപ്രഭാവമേ വന്ദനം. ഒരു കാട്ടുപൂവിലും ക്ഷീരപദത്തിലും കാരണം നിൻ മഹാകാരുണ്യം. വന്ദനം വന്ദനം വന്ദനം. എണ്ണിയാൽ തീരാത്ത സൗഭാഗ്യധാരയായി അണയുന്നു നിത്യവും നിൻ സ്നേഹം. അണുവിൻ്റെ ആത്മാവിൽ അണയുന്നു ഭാരതേ. അണുവിൻ്റെ ആത്മാവിൽ അണയുന്നു ഭാരതേ. പരമപ്രകാശമേ വന്ദനം 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 വന്ദനം. വളരെ മനോഹരമായിട്ട് പ്രാർത്ഥനാ ഗാനം ആലപിച്ച ലിസി വർഗീസിന് താങ്ക് യു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീമതി ലിസി ആന്റണിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏശയ്യ 49:16. പ്രിയ സുഹൃത്തുക്കളെ, ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗൂഗിൾ മീറ്റ് വഴി എല്ലാ ശനിയാഴ്ചകളിലും നടത്തിവരുന്ന 207 സ്നേഹ സംഗമത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്ന ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ സ്നേഹ സംഗമം നടത്തുന്നത് അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പാണ്. ആദ്യമായി അധ്യക്ഷ പദവി അലങ്കരിക്കുവാൻ എത്തിച്ചേർന്ന ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റെവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI ആണ്. ഒരു കൂട്ടായ്മ സ്നേഹത്തിലും കരുതലിലും വളർന്ന് അതിന്റെ 207 സ്നേഹ സംഗമത്തിൽ എത്തി നിൽക്കുമ്പോൾ അത് വളരുവാൻ വെള്ളവും വെളിച്ചവും കരുത്തും നൽകിയ നമ്മുടെ എല്ലാമായ സോളമൻ അച്ഛനെ ഏറെ ബഹുമാനത്തോടെയും അതിലേറെ സന്തോഷത്തോടെയും ദർശനയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ ഈ ഗൂഗിൾ മീറ്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഗൂഗിൾ മീറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ എത്തിച്ചേർന്ന മാർഗി വർഗീസ് സഹദ പള്ളി ചേറൂരിലെ അസിസ്റ്റന്റ് വികാരി റെവറൻ ഫാദർ VV ജോസഫ് അച്ഛൻ, സംസാരത്തിൽ ശാന്തനും പ്രവൃത്തിയിൽ കേമനും അമ്മമാരോട് അതിരറ്റ സ്നേഹവുമുള്ള അച്ഛന്റെ തിരക്ക് പിടിച്ച കുറച്ചു സമയം നമ്മോടൊത്ത് ചിലവഴിക്കുവാനും നമ്മുടെ 207 ഗൂഗിൾ മീറ്റ് ഉദ്ഘാടനം ചെയ്യുവാനുമായി ഏറെ ബഹുമാനത്തോടെയും അതിലേറെ സ്നേഹാദരങ്ങളോടെയും ദർശനയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും അച്ഛനെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന ഏങ്ങണ്ടിയൂർ SN ആയുർഭവൻ ആയുർവേദ ഡോക്ടർ ഡെറീന മേഡത്തിനെ കുറിച്ച് 2 വാക്ക്. ജീസസ് യൂത്ത് ഓൾ കേരള ഡോക്ടേഴ്സ് സെൻട്രൽ ടീം മെമ്പർ, മറ്റം സബ് സോൺ ഫാമിലി ടീം മെമ്പർ. ഇതൊന്നും കൂടാതെ 4 വർഷമായിട്ട് ഒരു സംരംഭകയായും
കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അതായത് ലോഷൻ, ക്രീം, ഷാമ്പു, ഹെയർ ഓയിൽ, കൺമഷി, ലിപ് ബാം, ലിപ്സ്റ്റിക്ക്, അതുപോലെ തന്നെ വെരിക്കോസ് വെയിനും ആർത്രൈറ്റിസിനും മെഡിസിൻ ഉണ്ടാക്കുന്നു. ഡോക്ടറുടെ ജോലി തിരക്കിനിടയിലും നമുക്ക് വേണ്ടി കുറച്ചു സമയം ഡോക്ടറെ ഏറെ സ്നേഹത്തോടെ അതിലേറെ ആദരവോടെ ഈ മീറ്റിംഗിലേക്ക് ദർശനയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്ന പറവട്ടാനി 14-ാം ഡിവിഷനിലെ ആശാ വർക്കറും സാമൂഹിക പ്രവർത്തകയും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുവാൻ നല്ല മനസ്സ് കാണിക്കുന്ന നമ്മുടെ ശ്രീമതി വത്സ ടോമി മേഡത്തിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കണ്ടാൽ പാവത്താനും കാര്യങ്ങളിൽ കേമനുമായ ദർശന ക്ലബിന്റെയും ദർശന സൊസൈറ്റിയുടെയും നെടുന്തൂണായ PRO പിയൂസിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദർശനയുടെ കിങ്ങായ നമ്മുടെ പ്രസിഡന്റ് സാജു ജോണിനെയും പുലിക്കുട്ടിയായ സെക്രട്ടറി മീന ഔസേപ്പിനെയും കൺവീനർമാരായ ശ്രീ ജോസേട്ടൻ കൊരട്ടിയെയും ലില്ലി ആറ്റത്തറയെയും ദർശനയുടെ ഈ ഗൂഗിൾ മീറ്റിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാ ഗാനം ആലപിച്ച ലിസി വർഗീസ് ചേച്ചിയെയും അവതരണം നടത്തുന്ന ജെസ്സി ലോറൻസ് ചേച്ചിയെയും റിപ്പോർട്ട് വളരെ വ്യക്തതയോടും ഗ്രൂപ്പുകളെ വളരെ കൃത്യതയോടും പരിചയപ്പെടുത്തിയ കുമാരി ലീന MJ നാട്ടികയോടും നന്ദി പറയുവാൻ എത്തിച്ചേർന്ന ഓമന റാഫേൽ ചേച്ചിയെയും ദർശനയുടെ പേരിലും എന്റെ പേരിലും ഏറ്റവും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ലിസി. വളരെ മനോഹരമായിട്ട് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി നന്ദി, താങ്ക്സ്. അടുത്തതായി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനും ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനുമായി കുമാരി ലീന MJ നാട്ടികയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. 2017 ഡിസംബർ 10 ദർശന ക്ലബ് തൃശൂരിൽ ആരംഭം കുറിച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ് രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. 2024 ജനുവരി ദർശന സർവീസ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവനും മുഖ്യമായ ഭിന്നശേഷിക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സർവോന്മുഖ പുരോഗതിക്കായി പ്രവർത്തിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നു. ദർശന ക്ലബിന്റെയും ദർശന സർവീസ് സൊസൈറ്റിയുടെയും കീഴിൽ പ്രവർത്തിച്ചു വരുന്ന മറ്റു വിവിധ ഗ്രൂപ്പുകൾ: ക്രിക്കറ്റിന് വേണ്ടി കാഴ്ച പരിമിതരുടെ 3 ടീം, കാഴ്ച പരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ച പരിമിതരുടെ 2 ഫുട്ബോൾ ടീം, അവരുടെ തന്നെ ഓർക്കസ്ട്ര ടീം, ഫ്യൂഷൻ ടീം, നാടൻപാട്ട് എടുത്തു പറയേണ്ട ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കാഴ്ച പരിമിതർക്കുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറഞ്ഞവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരത്തിനായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്കു വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് അവരെ സജ്ജമാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസികോല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിൽ നടത്തി വരുന്നു. മത്സരത്തിൽ വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണിത്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുന്നതിനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്നു. ജീവന്റെ ഉറവ ചലനപരിമിതർക്കും കാഴ്ച പരിമിതർക്കും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. ജീവന്റെ ഉറവ എന്ന ഓർക്കസ്ട്ര ടീം പ്രവർത്തിച്ചു വരുന്നു. ചാനലുകളിലും മറ്റു വേദികളിലും അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പോകാറുണ്ട്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക ഭേദങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനും കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യുന്നു.
മാർഗദർശികൾ. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ മാർഗദർശികൾ എന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണിത്. ഈ അഭിമുഖത്തിൽ ചലനപരിമിതരും കാഴ്ച പരിമിതരും ഉയരം കുറഞ്ഞവരുമായ 436 പരം വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ്. വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണിത്. വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും ധൈര്യം സംഭരിച്ചു വരുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമ്പത്തിക സഹായം ചെയ്തു വരുന്നു. ഏറെ സന്തോഷത്തോടെ ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നു. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ ഗ്രൂപ്പാണ് ഏദൻ ഗ്രൂപ്പ്. മക്കളില്ലാത്തതിന്റെ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേരിടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കാനും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ കർമ്മനിരതരാകാനും ഇവർക്ക് സാധിക്കുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനകരമായ ചാനലായി മാറിയിരിക്കുന്നു. 10,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും ആത്മീയ ഉന്നമനത്തിനു വേണ്ട ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ ഈ യൂട്യൂബിലൂടെ നടത്തി വരുന്നു. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് അത്ലറ്റ് മീറ്റും വീൽ ചെയർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. കലോത്സവങ്ങളും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദസഞ്ചാര യാത്രകളും സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന സുമനസ്സുകളുടെ DSS ഗ്രൂപ്പും ദർശന ഫ്രണ്ട്സും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ക്രിയാത്മകവും നൂതനവുമായ ചിന്തകൾ പങ്കുവയ്ക്കുന്നതിനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുവാനും ഒരു ഉപദേശ സമിതി പ്രവർത്തിച്ചു വരുന്നു. സ്നേഹ സംഗമം എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 1:30 ഭിന്നശേഷിക്കാരുടെ ഒരു കൂട്ടായ്മ ഓൺലൈനിൽ നടത്തി വരുന്നു. 70-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിലൂടെ നടത്തി വരുന്ന ഈ സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കുന്നു. മതനേതാക്കന്മാരുടെ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. മോട്ടിവേഷൻ ക്ലാസും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിൽ മുൻനിരയിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും നടത്തി വരുന്നു. റിപ്പോർട്ട്. സ്നേഹം നിറഞ്ഞവരെ, 31/5/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMA അധ്യക്ഷതയിൽ ചേർന്ന 206ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. അവതരണം കുമാരി രിജി PV. പ്രാർത്ഥന ശ്രീ ജോയ് പാവർട്ടി. സ്വാഗതം ലിജോ കോഴിക്കോട്. റിപ്പോർട്ടർ ലീന MJ നാട്ടിക. അധ്യക്ഷന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതം, നന്ദിയും പറയുന്നു. ഇന്ന് വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. ലയൺസ് ക്ലബ്ബ് തൃശ്ശൂരിൽ വിതരണം ചെയ്ത വീൽ ചെയറുകളിൽ 4 നമ്മുടെ ക്ലബിലെ അംഗങ്ങൾക്ക് ലഭിച്ചു. ഇന്ന് ഏകദേശം 100ഓളം പേർക്ക് പഠന തയ്യാറായിരിക്കുന്നു. ഇന്ന് 3 മണിക്കാണ്. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഒലീവ് വുഡ്സ് കോഴിക്കോട് ഉള്ള ശ്രീ കുഞ്ഞ് മുഹമ്മദ് സാറാണ് ഇതിന് കാരണമായി തീർന്നിരിക്കുന്നത്. എല്ലാവരുടെ പേരിലും സാറിന് നന്ദി പറയുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിയത് തൃശൂർ മാർത്തോമ ചർച്ചിലെ റവറൻ ഫാദർ സാജു ചാക്കോ അച്ഛനാണ്. ഏറ്റവും സ്നേഹം ബഹുമാനമുള്ളവരെ, സോളമൻ അച്ഛൻ ചുമതല വഹിക്കുന്ന സ്നേഹസംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ച സാജു ജോണിന് നന്ദി പറയുന്നു. ദർശന ക്ലബിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സോളമൻ അച്ഛനും സാജു ജോണും പറഞ്ഞു കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. പരിമിതിയിൽ നിന്നുകൊണ്ട് അച്ഛന്റെ പ്രവർത്തനങ്ങൾ ഒരു അനുഗ്രഹമാണ്. നമുക്ക് എല്ലാവർക്കും കുറവുകളുണ്ട്, എന്നാൽ അതിൽ കൂടുതൽ നന്മകളുണ്ട്. അതിൽ ആരെയും മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കില്ല. നമ്മളുടെ കൈകളിലെ 5 വിരലുകൾ അത്തരത്തിലാണ്. അതിലൊന്ന് നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ മൂല്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. റിപ്പോർട്ട് വായിച്ചു കേൾക്കാൻ സാധിച്ചു. എല്ലാ വിധത്തിലുമുള്ളവരെയും ഈ പ്രസ്ഥാനം ചേർത്ത് നിർത്തുന്നു. ഈശ്വരന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപകളും എല്ലാവർക്കും കൂടെ ഉണ്ടാകട്ടെ. ഞാനും നിങ്ങളോടൊപ്പം കഴിയുന്ന വിധത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. മുഖ്യ അതിഥിയായി എത്തിയത് സിവിൽ എഞ്ചിനീയർ കൗൺസിലറൊക്കെ ആയ ശ്രീമതി ദേവിക റാണി മാഡമാണ്. നമസ്കാരം. വളരെയധികം സന്തോഷത്തോടെ ദർശന ക്ലബിന്റെ നിങ്ങളോടൊപ്പം എത്തിച്ചേരാൻ സാധിച്ചതിൽ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു. നിങ്ങളുടെ റിപ്പോർട്ടൊക്കെ കേൾക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ഈ ഭൂമുഖത്ത് പല സാഹചര്യങ്ങളിൽ മനുഷ്യൻ ജീവിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നെപ്പോളിയൻ ഹില്ലിന്റെ കഥയുണ്ട്. തന്റെ ബധിരനായ മകനെ
വൈകല്യങ്ങളെ മറികടക്കാൻ ഇച്ഛാശക്തി, ആഗ്രഹം, വിശ്വാസം എല്ലാം ഊട്ടിയുറപ്പിച്ച് വിജയം നേടുന്നതിൽ വൈകല്യങ്ങൾ തടസ്സമല്ലെന്ന് നമ്മളെ തെളിയിച്ചു തന്ന ഒരു അച്ഛനും മകനും. നെപ്പോളിയൻ ഹില്ലും മകൻ ബ്ലെയറും വർഷങ്ങളോളമുള്ള അച്ഛന്റെ മികച്ച സപ്പോർട്ടോടുകൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി ഓരോ വിജയം കണ്ടു. ചെവികളുടെ സ്ഥാനത്ത് ഒരു ദ്വാരം പോലും ഇല്ലാതിരുന്ന ബ്ലെയർ ശ്രവണ സഹായി നിർമ്മാണ കമ്പനിയിൽ ചേർന്ന് പുതിയ ഗവേഷണങ്ങളിൽ ചേർന്നു. അവനെ പോലുള്ള ലക്ഷോപലക്ഷം പേർക്ക് കൈത്താങ്ങാൻ സാധിച്ചു. അതുപോലെ തന്നെയാണ് ദർശനയും. ഉള്ളിന്റെ ഉള്ളിൽ ഉറച്ച തീരുമാനത്തോടെ, ഇച്ഛാശക്തിയോടെ, ആഗ്രഹവും കൈവിടാതെ സാഹചര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറി നേട്ടങ്ങൾ കൈവരിക്കുക. എന്നെ വിളിച്ചതിന് നന്ദി പറയുന്നു. വിശിഷ്ട അതിഥിയായി എത്തിയത് ഒലിയ വുഡ്സ് കോഴിക്കോട്ടെ ശ്രീ കുഞ്ഞു മുഹമ്മദ് സാറാണ്. എല്ലാവർക്കും എന്റെ നമസ്കാരം. നിങ്ങളെ പരിചയപ്പെടാനും സംസാരിക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് അധികം വിദ്യാഭ്യാസമൊന്നുമില്ല. ഒരു ദിവസം അച്ഛനെ കാണാൻ ഓഫീസിൽ വരുന്നതായിരിക്കും. നിങ്ങളെയും കാണണം. എല്ലാവർക്കും നന്മ വരട്ടെ. ആശംസ പറയാനെത്തിയത് എക്ലേസിയ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഡേവിസ് ചിറ്റലപ്പള്ളി സാറാണ്. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ 13 പേര് കൂടി ഒരു സംഘടന പ്രവർത്തിക്കുന്നു. എക്ലേസിയ ചാരിറ്റബിൾ ട്രസ്റ്റ് തിരൂർ. തൃശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കായാണ് അധികവും പ്രവർത്തനം. മരുന്ന്, ആംബുലൻസ്, കിഡ്നി, ഹാർട്ട്, പേഷ്യൻ, ക്യാൻസർ എന്നിവരെ സഹായിക്കുന്നു. ദർശനയുടെ ഓരോ ചുവടും ഉയർന്നു പോട്ടെ. ദർശനയിൽ പ്രവർത്തിക്കുന്നതിന് എല്ലാ നന്മകളും നേരുന്നു. ബിന്ദു കെ കൊടുങ്ങല്ലൂരിന്റെ ഊഷ്മളമായ നന്ദിയോടെ 206 സ്നേഹസംഗമം അവസാനിച്ചു. ഈ റിപ്പോർട്ട് സഭ സമക്ഷം സമർപ്പിക്കുന്നു. ലീന എംചെ, നാട്ടിക. റിപ്പോർട്ട് അവതരിപ്പിച്ച ലീന മോൾക്ക് ഒത്തിരി നന്ദി പറയുന്നു. റിപ്പോർട്ടിങ് പാസ്സാക്കല്ലേ? റിപ്പോർട്ട് പാസ്സാക്കല്ലേ? അച്ഛൻ പറഞ്ഞു പാസ്സാക്കിയെന്ന് പറഞ്ഞു. അടുത്തത് നമ്മുടെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI അച്ഛനെ വളരെ സ്നേഹത്തോടെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ അച്ഛ. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതവും അതുപോലെ തന്നെ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നിങ്ങളോട് ഒരു കൊച്ച് കഥ എന്നല്ല, ഒരു സംഭവം തന്നെയാണെന്ന് കരുതുക. ഒരു പ്രൊഫസർ തന്റെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു എക്സാം നടത്താനായിട്ടാണ് വരുന്നത്. എല്ലാവർക്കും ഒരു പേപ്പറിൽ ഒരു കറുത്ത ഡോട്ടുള്ള ഒരു പേപ്പർ കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് പറയാണ്, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഈ പേപ്പറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയാം. അപ്പൊ എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കറുത്ത ഡോട്ടിനെ പറ്റിയാണ് എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ഒരു A4 സൈസ് പേപ്പറിൽ ഒരു കറുത്ത ഡോട്ട് ഉണ്ടെങ്കിൽ അതിനെ പറ്റിയായിരുന്നു അവരെല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു A4 സൈസ് പേജാണ്, അല്ലെങ്കിൽ നമ്മളൊരു ജീവിതമാണ്, മുഴുവൻ ജീവിതമാണ്. പക്ഷെ അതിൽ നമ്മൾ കാണുന്നത് എന്താ? നെഗറ്റീവ് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. നമ്മളിലൊക്കെ എത്രയോ പോസിറ്റീവ് വശങ്ങളുണ്ട്. ഈ പോസിറ്റീവിൽ നിന്ന് അതിലൊരു ഡോട്ടായിരിക്കാം നമ്മൾ പലപ്പോഴും അതൊന്ന് കാണാനായിട്ട് പരിശ്രമിക്കുള്ളൂ. ആ പോസിറ്റീവ് വശങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് നമ്മൾ ഈ നെഗറ്റീവിനെ എലാബറേറ്റ് ചെയ്ത്, അതായത് വിശദീകരിച്ച് മറ്റുള്ളവരോട് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. നമ്മളിൽ എന്നും പോസിറ്റീവായിട്ട് അറിയാനായിട്ട് നമുക്ക് സാധിക്കണം. പോസിറ്റിവിറ്റി കാണാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഇന്നല്ല നാളെല്ലാം മറ്റന്നാൾ, അതായത് തിങ്കളാഴ്ച നമ്മൾ പങ്ക് പ്രോജക്ട് സെക്കൻഡ് ബാച്ച് ആരംഭിക്കുകയാണ്. എളന്തിരുത്തി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ആരംഭിക്കുന്നത്. ഏകദേശം 30 കുട്ടികളാണ് അതിന്റെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ ക്രമീകരണങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആരംഭിക്കാൻ വേണ്ടു. അതിലെല്ലാം സെറ്റിങ്സും അതിന്റെ ഇൻസ്പെക്ഷൻ അടക്കം ചൊവ്വാഴ്ച നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും വളരെ ഭംഗിയായിട്ടാണ് ഇതിലെ നമ്മുടെ ജോയിലും അതുപോലെ തന്നെ ആയുഷാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നേതൃത്വം വഹിക്കുന്നത്. ബാക്കിയെല്ലാം സപ്പോർട്ട് സ്റ്റാഫായിട്ട് ബാക്കി എല്ലാവരും ഉണ്ടായിരിക്കുന്നതാണ്. ഒത്തിരിയേറെ സഹായങ്ങൾ നമുക്ക് ലഭിക്കുന്നത് വേണ്ടി ജോലിയായാലും നമ്മൾ ഇത് ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. എവിടെയെങ്കിലുമൊക്കെ ജോലി സാധ്യതകൾ ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അറിയിക്കുക. ഇങ്ങനെയുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് നമുക്ക് ജോലികളൊക്കെ ആക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്.
അപ്പൊ അത് ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. അതിനായിട്ട് സർവീസ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. വളരെ മനോഹരമായിട്ട് അച്ഛൻ നല്ലൊരു മോട്ടിവേഷൻ ഞങ്ങൾക്ക് തന്നതിന് നമ്മൾ കുറവുകൾ മാത്രം നോക്കാതെ നമ്മളുള്ള പോസിറ്റീവുകൾ കണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള അച്ഛന്റെ വലിയ ആഗ്രഹത്തെയും അച്ഛന്റെ ഉപദേശത്തെയും നന്ദി പറയുന്നു അച്ഛ. ഒത്തിരി നന്നായിരിക്കുന്നു. താങ്ക് യു അച്ഛ. ഉദ്ഘാടന കർമ്മത്തിനായി മാർഗി വർഗീസ് സഹദാ പള്ളിയിൽ ചേറൂരിലെ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് റവറന്റ് ഫാദർ വി ജോസഫ് അച്ഛനെ സ്നേഹത്തോടെയും ആദരവും ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ ജോസഫ് അച്ഛ. താങ്ക് യു. ഞാനിതിൻ്റെ തുടക്കം മുതലേ ഇതിലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സോളമൻ അച്ഛ, എന്നെ ഇതിലേക്ക് ക്ഷണിച്ച യൂസർ, പിന്നെ വിശിഷ്ടാതിഥികളെ, എല്ലാ ഈ ക്ലബിലെ അംഗങ്ങളെയും എല്ലാവർക്കും നമസ്കാരം. അത് ഞാനൊരു 1987 മുതൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ, പഠനവൈകല്യമുള്ള കുട്ടികളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന അസോസിയേഷൻ ഫോർ ലേണിംഗ് ഡിസബിലിറ്റീസ് ഇന്ത്യ എന്ന സ്ഥാപനം, ഒരുപക്ഷെ പഠനവൈകല്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനമാണത്. അതിലെ ഒരു ചീഫ് ട്രെയിനറായിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണ്. എന്തായാലും ഈ ദർശന ക്ലബിൻ്റെ ഈ റിപ്പോർട്ട് വായിച്ചു കേട്ടപ്പോൾ അതിയായ സന്തോഷം തോന്നി. കാരണം സമഗ്രമായിട്ടുള്ളൊരു റിയൽ ഇൻക്ലൂഷൻ, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് ആരെയും വിട്ടുകളയാതെ ചേർത്ത് നിർത്തിയിട്ട് ഇതുപോലെ ഇത്രയും വർഷം കൊണ്ടുപോകണമെങ്കിൽ അതിന് അത്രമാത്രം കരുത്തുറ്റൊരു നേതൃത്വവും അതുപോലെ തന്നെ വലിയ ദൈവ നടത്തിപ്പും ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കട്ടെ. 9 വർഷത്തോളമായിട്ട് നിരന്തരമായിട്ട് ഈ പ്രത്യേകിച്ച് പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരെയും ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കട്ടെ. ഞാൻ ബുദ്ധിപരമായിട്ട് ഇന്റലക്ച്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകളുടെ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. എന്തായാലും 10 മിനിറ്റാണ് എന്നോട് പറയാനായിട്ട് പി എസ് ആർ പറഞ്ഞിട്ടുള്ളത്. അപ്പം അച്ഛൻ പറഞ്ഞ സോളമൻ അച്ഛൻ പറഞ്ഞ കാര്യത്തിൽ തന്നെ തുടങ്ങും. നമ്മളിവിടെ പലപ്പോഴും പറയാറുണ്ട്, ഒരു വെളുത്ത പേപ്പറിൽ ഒരു കറുത്ത കുത്തുണ്ടെങ്കിൽ എല്ലാവർക്കും ആ കറുത്ത കുത്തിൽ നോക്കാനാണ് ആഗ്രഹം. നമ്മളിവിടെ പറയും കഴിവുകളുടെ നിറങ്ങൾ പല സ്ഥലത്ത് പൂശിക്കഴിഞ്ഞാൽ ഈ കറുത്ത കുത്ത് നമുക്ക് മാറ്റാനൊന്നും ആവില്ല. വെളുത്തതിൽ കറുത്തതുണ്ടെങ്കിൽ എല്ലാവരും കറുത്ത തന്നെ നോക്കുള്ളൂ, നമ്മുടെ സ്വഭാവമാണ്. പക്ഷെ ഓരോ ചെറിയ ചെറിയ കഴിവുകൾ ഓരോരുത്തർക്കും ഉണ്ടാവാം. ഈ കഴിവുകളുടെ നിറങ്ങൾ ഈ പേപ്പറിൽ മുഴുവൻ വ്യാപിക്കുകയാണെങ്കിൽ കറുത്ത കുത്ത് ക്രമേണ അപ്രസക്തമാണ്. ഈ കുറവ് നമ്മുടെ ഉള്ളിലിരിക്കെ തന്നെ നമ്മുടെ കഴിവുകളെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് കഴിയണം. കഴിഞ്ഞ ഈ ഒരാഴ്ചയിൽ, ഈ 2 ആഴ്ചയിൽ കുറേ അധികം കുട്ടികൾ അവരുടെ അധ്വാനം കൊണ്ട്, ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾ, ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ അവരുടെ വലിയ അധ്വാനം കൊണ്ട്, അവരുടെ മാതാപിതാക്കളുടെ കഠിനാധ്വാനം കൊണ്ട് അവരുടെ ഓരോ സ്ഥാനങ്ങളിലെത്തിയ സന്തോഷമായിരുന്നു ഇന്നലെ ഞാൻ ഇവിടെയുള്ള ക്ലാസ്സുകളിൽ പങ്കുവച്ചിരുന്നത്. നമ്മളൊരു വിഷ്ണുരാജ് സിവിയർലി ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്. അവന് പക്ഷേ സംഗീതത്തിൽ മാത്രമായിരുന്നു താല്പര്യം. അവൻ സംഗീതം പഠിച്ചു. കഴിഞ്ഞ 5 വർഷമായിട്ട് PSC പരീക്ഷകൾ നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരുന്നു. ജനറൽ കാറ്റഗറിയിൽ തന്നെ അവൻ RLV സംഗീത കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ചേർന്നു. ഇന്നും അവൻ ഇതിൽ ഈ ഓട്ടിസം എന്ന പ്രത്യേക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടി. അങ്ങനെ 100 കണക്കിന് കുട്ടികളുണ്ട്. എറണാകുളത്ത് ഇരവി എന്ന് പറഞ്ഞ കുട്ടി ഇപ്പോൾ ഒരു സിനിമ പഠിച്ചു. അവൻ ഇപ്പോഴും എഴുതാനും വായിക്കാനും അറിയില്ല. പക്ഷെ അവൻ്റെ അവൻ്റെ അച്ഛനില്ല. അമ്മ കഠിനമായിട്ടുള്ള അധ്വാനം കൊണ്ട് തന്നെ ഇവനൊരു നിലയ്ക്ക് എത്തിച്ചു. ഇപ്പോൾ സിനിമാ രംഗത്ത് ഡയറക്ടറായിട്ടൊക്കെ ഇരവി ഡോക്യുമെൻ്ററി ഫിലിമുകളും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമുകളും അതുപോലെ ഫീച്ചർ ഫിലിമുകളൊക്കെ എടുക്കുന്ന വലിയ ഒരാളായിരുന്നു. നമുക്ക് നമ്മുടെ കുറവുകളിൽ, അച്ഛൻ പറഞ്ഞ പോലെ കുറവുകളിൽ അഭിനയിക്കാതെ നമുക്ക് നാനാവിധമായിട്ടുള്ള കഴിവുകൾ, ഒരുപക്ഷെ നമ്മുടെ കഴിവ് എന്താണെന്ന് അറിയാനായിട്ടൊരു ഗവേഷണം നടത്തേണ്ടി വരും. പക്ഷെ നാനാവിധമായിട്ടുള്ള കഴിവുകൾ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ കുറവുകളിൽ ശ്രദ്ധിക്കുന്ന ആളുകൾ നമ്മുടെ നിറപ്പകിട്ടാർന്ന ജീവിതത്തിൽ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. ഇത് വലിയൊരു
കൂട്ടായ്മയാണ്, ഇത് വലിയൊരു പ്രത്യാശയാണ്, എല്ലാവരും ചേർത്ത് പിടിക്കുന്ന പ്രത്യാശയാണ്, കൂട്ടായ്മയാണ്. ഇതിലെ നമ്മളൊരു നെറ്റ്വർക്കായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് 4% ഈ റിസർവേഷൻ RPWD ആക്ട് അനുസരിച്ചിട്ട് 4% റിസർവേഷൻ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട് ജോലിക്ക്, PSC ജോലിക്ക്. പക്ഷെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും ബാക്കിയെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടും പല സ്ഥലങ്ങളിലും അർഹരായ ഭിന്നശേഷിക്കാരില്ല എന്നുള്ള റിപ്പോർട്ട് ഓരോ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസുകളിൽ നിന്ന് ചെല്ലുന്നത് കൊണ്ട് കോടതികളിൽ പോലും ഭിന്നശേഷിക്കാർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഇതിനെ പറ്റിയിട്ടൊരു പബ്ലിക് ലിറ്റിഗേഷൻ, പൊതു താല്പര്യ ഹർജി കൊടുക്കാനായിട്ടൊരു വക്കീലിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ എല്ലാ ജില്ലകളിലുള്ള നമ്മൾ വിവരാവകാശം അനുസരിച്ചിട്ട് അർഹതയുള്ള ഭിന്നശേഷിക്കാർ, രജിസ്റ്റർ ചെയ്ത ഭിന്നശേഷിക്കാർ എത്ര പേരുണ്ട്, അവരുടെ പേരുകളൊക്കെ നിർദ്ദേശിക്കപ്പെട്ടുവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു സ്കൂളൊക്കെ സുപ്രീം കോടതിയിൽ പോയിട്ട് അർഹതയുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഭിന്നശേഷിക്കാരല്ലാത്ത ആളുകളെ അപ്പോയിന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കേസൊക്കെ കൊടുത്ത് ജയിച്ചു വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഉദ്യോഗസ്ഥരൊക്കെ ഇത് നമുക്കൊക്കെ എതിരായിട്ട് നിൽക്കുന്നു എന്നതാണ്. പലയിടത്തും ഉദ്യോഗസ്ഥർ അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പൊ കൂട്ടായിട്ട്, അപ്പൊ നമ്മളെല്ലാ പാരന്റ്സിനെയും സംഘടിപ്പിച്ച് കൂട്ടായിട്ടാണ് ഈ ഒരു പൊതു താല്പര്യ ഹർജിയൊക്കെ കൊടുക്കുന്നത്. കാരണം 4% കുട്ടികൾക്ക് തന്നെ സർക്കാർ ജോലിയിലെ ഒക്കെ വരികയാണെങ്കിൽ, അവരുടെ പരിമിതികളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ വരികയാണെങ്കിൽ അത്രയും കുടുംബങ്ങൾ രക്ഷപ്പെടും. ഒരുപാട് ആളുകൾക്ക്, വലിയ കുടുംബങ്ങൾക്ക് വലിയ പ്രത്യാശയും സമാധാനമൊക്കെ ലഭിക്കുന്ന കാര്യമായി തീരും. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് ദർശന വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിഭാവനം ചെയ്യുകയും വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകളെ മുഴുവൻ പങ്കെടുപ്പിക്കുകയും അവരെ കൂട്ടിച്ചേർത്ത് നിർത്താനായിട്ട് ആഴ്ചതോറും ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും പറ്റാവുന്ന മേഖലകളിലൊക്കെ ലഭ്യമായ, ഇന്ന് നമുക്ക് അറിവുള്ള മേഖലകളിലൊക്കെ ഈ സോഷ്യൽ മീഡിയ മുതലേ സ്പോർട്സ് വരെയുള്ള എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്ന് ഈ കുട്ടികളെയൊക്കെ ചേർത്ത് ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള എല്ലാവരെയും പ്രായഭേദമന്യേ, ജാതിമത ഭേദമന്യേ, ലിംഗഭേദമന്യേ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്ന വലിയൊരു കാഴ്ചയാണ്. ഈ കാഴ്ച തന്നെ ഒരുപാട് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നു. ദർശന ഇത്രയും കാലമായിട്ടും വേണ്ടത്ര ജനങ്ങളുടെ ഇടയിൽ പബ്ലിസിറ്റി അല്ലെങ്കിൽ ഇതിന്റെ അറിവുണ്ടോ ഇതിനെ കുറിച്ച് എന്നുള്ളത് സംശയമാണ്. ദർശനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇന്നലെ പിയൂഷിനോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. എനിക്ക് വാസ്തവത്തിൽ ഇത് വായിച്ചപ്പോ, റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് സ്വയം ഒരു കുറ്റബോധം തോന്നി. ഇതുവരെ ഞാൻ ഇതിന്റെ പ്രവർത്തനങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ, വന്നില്ലല്ലോ, ഇതുവരെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഒരു കുറ്റബോധത്തോടു കൂടിയിട്ടാണ് ഞാൻ ആ റിപ്പോർട്ട് കേട്ടത്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഇത്തരം ക്ലാസ്സുകളും ഒക്കെ, പ്രത്യേകിച്ച് ക്ലാസ്സുകളിലേക്ക് ക്ഷണിക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിലും എല്ലാ വൈവിധ്യങ്ങളുള്ള ആളുകളെ ക്ഷണിക്കുന്നതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇതിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഞാൻ എൻ്റെ സംഘടനയെ എപ്പോഴും തയ്യാറായിരിക്കും. എല്ലാവിധ ഭാവങ്ങളും ദൈവാനുഗ്രഹവും ഇതിലെ പങ്കെടുക്കുകയും അധ്വാനിക്കുകയും നിസ്വാർത്ഥമായിട്ട് അധ്വാനിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ. വാസ്തവത്തില് ഞാൻ കേട്ടിട്ടുണ്ട്, ജർമ്മനിയില് യുദ്ധകാലത്ത് ഒരു പള്ളി ബോംബ് ചെയ്ത് പോയപ്പോൾ അനേക വർഷങ്ങൾക്ക് ശേഷം ആ പള്ളി പുനരുദ്ധരിക്കാൻ അവിടുത്തെ ആളുകൾ തീരുമാനിച്ചു. അപ്പൊ അതിന് മുമ്പില് യേശുക്രിസ്തുവിന്റെ ഒരു പ്രതിമയുണ്ടായിരുന്നു. അപ്പോ അച്ഛൻ പറഞ്ഞു അതിന്റെ ആ പ്രതിമയുടെ കയ്യ് പോയിരുന്നു, ബാക്കി എല്ലാ ഭാഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പോ അവിടുത്തെ അച്ഛൻ പള്ളിയൊക്കെ പുനരുദ്ധരിച്ചു കഴിഞ്ഞപ്പോ ഇനി കർത്താവിനൊരു കൈ വെച്ചു കൊടുക്കാം എന്ന ആളുകൾ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട, അതവിടെ നിൽക്കട്ടെ. അപ്പോ എന്നിട്ട് അതിന്റെ ഇടയിൽ എഴുതി വെച്ചു, ദൈവത്തിനെ നിങ്ങളുടെ ഇടയിൽ സ്വന്തമായിട്ട് പ്രവർത്തിക്കുകയും കൈകളില്ല, നിങ്ങളാണ് ദൈവത്തിന്റെ ഓരോ കൈകളും എന്ന് അവിടെ എഴുതി വെച്ചു. അപ്പോൾ ശരിക്കും ദൈവത്തിന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ മനുഷ്യരെ ആവശ്യമുണ്ട്. ആ മനുഷ്യരായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം നിസ്വാർത്ഥരായിട്ടുള്ള ആളുകളെയാണ് ഞാൻ മുന്നിൽ കാണുന്നത്. അതിനെ നയിക്കുന്ന സോളമനച്ചനെയും ബാക്കി എല്ലാവരും അഭിനന്ദിക്കുന്നു. ദൈവത്തിന്റെ കൈകളും ഉപകരണങ്ങളും ആയി തുടരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം അനന്തമായ സഹായം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നു.
താങ്ക് യു. താങ്ക് യു അച്ഛ. വളരെ നല്ല സന്ദേശത്തിനും അച്ഛന്റെ സ്നേഹത്തിനും സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തത് മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന ഏങ്കണ്ടിയൂർ ആയുർവേദ ഭവനിലെ ആയുർവേദ ഡോക്ടർ ബഹുമാനപ്പെട്ട ഡോക്ടർ ഡെറീന ജോർജ് മാഡത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം ടു സ്ക്രീൻ. ദർശന ചാരിറ്റബിൾ സൊസൈറ്റിക്ക് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാണ്. 10 മിനിറ്റ് തന്നെയാണ് എനിക്കും അനുവദിച്ചിട്ടുള്ളത്. അതില് സംസാരിക്കണേല് കേൾക്കണേല് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. കേൾക്കാലോ അല്ലെ? കേൾക്കാം കേൾക്കാം. ഓക്കെ. മഴക്കാല രോഗങ്ങളെ എങ്ങനെ തടയാം എന്നുള്ളതാണ് എനിക്ക് തന്നിട്ടുള്ള ടോപ്പിക്. മഴക്കാലമായാലും വേനൽക്കാലമായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനെ പരിപാലിക്കുക എന്നുള്ളതാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ രോഗം പെട്ടെന്നൊന്നും നമ്മളെ ആക്രമിച്ച് കീഴടക്കില്ല. അത് കോവിഡ് വന്നപ്പോ നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. ഇപ്പൊ 100 പേർക്ക് കോവിഡ് വരുന്നുണ്ടെങ്കിൽ അതില് പ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമാണ് ഭയങ്കര സിവിയർ ആയുള്ളൂ. അല്ലാത്തവർക്ക് ഒരു ജലദോഷപ്പനി വന്ന പോലെ പോയേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ ജീവിതം ചിട്ടയായിട്ടുള്ള ഒരു ജീവിതമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവും. രോഗാണുക്കൾ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലും നമ്മളത് ആക്രമിക്കില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മള് എന്നും ചെയ്യുന്ന കാര്യമാണ് പല്ലേക്കുക, മുഖം കഴുകുക, കുളിക്കുക. പക്ഷെ അതില് എങ്ങനെ നമ്മളുടെ ആരോഗ്യപരമായ രീതിയിൽ പലർക്കും അറിയാമായിരിക്കും, കേട്ടവർക്ക് വിരസത ഉണ്ടാവാം. എന്നാലും ചില ആൾക്കാർക്ക് അതിലൊരു സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയാണ് ഞാനൊരു ചിട്ട, നമ്മുടെ കാലത്ത് തൊട്ട് വൈകുന്നേരം ഉറങ്ങണ വരെ എന്തൊക്കെ കാര്യങ്ങള്, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിലുള്ളൊരു സമയക്രമമായാലും അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് രാവിലെ ഉണരണം എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഏത് സമയത്ത്, ഇപ്പൊ ആരോഗ്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കും 7 മണിക്കും ഇടയില്, ഇപ്പൊ ഒരു രോഗിയാണെന്നുണ്ടെങ്കിൽ 7 മണിക്കും 8:30ക്കും ഇടയിലൊക്കെ എണീറ്റാൽ മതി. കാരണം ആരോഗ്യമുള്ള ആൾക്ക് മാത്രമാണ് പുലർച്ചെ എണീക്കാനായിട്ട് ആയുർവേദം പറയണത്. അപ്പം ആരോഗ്യം ഉണ്ടെങ്കിൽ ശരിക്കും സൂര്യോദയത്തിന് മുന്നേ തന്നെ ഒരു 6:15 ആവുമ്പോഴേക്കും നിർബന്ധമായിട്ടും എണീക്കേണ്ടതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ എണീക്കണമെങ്കിൽ നമ്മളെപ്പോഴും നേരത്തെ കിടക്കണം. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് ക്ഷീണത്തോടു കൂടി മാത്രമാണ് നമ്മൾ എണീക്കുള്ളൂ. അപ്പൊ കിടക്കേണ്ട സമയം നമ്മളെപ്പോഴും പറയാ 9:30, 9:45, 10 10നും വിട്ടു പോണത് ഒരിക്കലും ആരോഗ്യപരമായിട്ടുള്ളൊരു ജീവിത ശൈലിയല്ല. രാത്രി 10 മണിക്ക് കയറി കിടന്നുറങ്ങുക. പിന്നെ ഇപ്പൊ ആൾക്കാർ പറയും ഞങ്ങൾ 10 മണിക്കാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് തന്നെ, രാത്രി 10 മണി. അതൊക്കെ ഇത്തിരി നേരത്തെ ആക്കിയാലാണ് നമ്മുടെ അസുഖങ്ങളുടെ ഇത് കുറഞ്ഞിരിക്കുള്ളൂ. അപ്പൊ രാവിലെ നേരത്തെ എണീറ്റ ഉടനെ നമ്മള് പല്ല് തേക്കും. പല്ല് തേക്കുന്നത് പണ്ട് കാലത്ത് നമ്മൾ തേച്ചിരുന്ന രീതിയായിരുന്നു ഏറ്റവും നല്ലത്. ഉമിക്കരി ഒന്നും കിട്ടാനില്ലെങ്കിൽ നമ്മൾ വെറുതെ കുറച്ച് പൊടിയുപ്പും കുറച്ച് കുരുമുളകും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തേച്ചാല് അതും നല്ലതാണ്. നമുക്ക് മോണരോഗങ്ങളോ പല്ലിന്റെ കേടുകളോ വരില്ല. ഇല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പൽപ്പൊടി ഉപയോഗിച്ചാലും ഞാൻ ഉറപ്പ് പറയാൻ പറ്റും പേസ്റ്റിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ്. പേസ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇനാമലിന് തേയ്മാനാണ് വരുന്നത്. നേരെ തിരിച്ചാണ് ഡെന്റൽ ഡോക്ടേഴ്സ് പറയുക. പക്ഷെ എന്റെ ഇപ്പൊ 12 വർഷത്തെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയാണ്, മിക്ക കുട്ടികളും നമ്മള് കുട്ടികളെ കൊണ്ടായാലും മുതിർന്നവരായാലും പൊടികൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് നമ്മളിങ്ങനെ അമർത്തിയൊന്നും തേക്കണ്ട. ഒരു 30 സെക്കൻഡ് പല്ല് തേക്കണേണ്ട ഒപ്പം തന്നെ നമ്മൾ മോണ എപ്പോഴും തേക്കണം. പല്ല് മാത്രല്ല മോണയും കൂടി തേച്ച് ഉഴിഞ്ഞ് എടുക്കണം. എന്നിട്ട് നമ്മൾ തുപ്പിക്കളയാം. അതാണ് പല്ല് തേപ്പിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ രാത്രിയായാലും 2 നേരം നമ്മൾ പല്ല് തേക്കുക. രാത്രി നമ്മൾ ബ്രഷും കൂടിയും ചെയ്യാം. ഈ പൊടി കൊണ്ട് തേച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ബ്രഷ് കൊണ്ട് നമ്മളൊന്ന് വെച്ചാൽ അപ്പൊ നല്ല ക്ലീൻ ആയി കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. 2 ഗ്ലാസ്സിലെങ്കിലും ഒരു ഗ്ലാസ്സെങ്കിലും വെള്ളം നിർബന്ധമായിട്ട് പച്ച വെള്ളം കുടിക്കുക. അത് നമ്മളുടെ ശോധന നല്ല ക്ലിയർ ആയിട്ട്, ശോധനയെ കുറിച്ചിട്ട് ഡെയിലി രാവിലെ എണീറ്റ ഉടനെ വയറ്റിൽ നിന്ന് പോണതാണ് ആരോഗ്യപരമായിട്ട് ഉള്ളത്. ഇപ്പൊ ഒരു പ്രായമൊക്കെ ചെല്ലുമ്പോൾ കുറച്ച് മുറുക്കൊക്കെ വരണേന് പ്രായമാവും തോറും നമ്മുടെ ജലാംശം കുറവായിരിക്കും. നമ്മുടെ ഓയിൽനെസ്, ശരീരത്തിന്റെ ആ സ്നിഗ്ധത നമുക്ക് നഷ്ടപ്പെടും. അപ്പോഴാണ് നമുക്ക് ഈ മുറുക്കം അതൊക്കെ വരണത്. അപ്പൊ ശോധനയ്ക്ക് വയറ്റിൽ നിന്ന് പോകാൻ മുറുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് പഴവർഗ്ഗങ്ങളോ കുക്കുംബറോ ക്യാരറ്റോ വെള്ളരി അങ്ങനത്തെ സാധനങ്ങള് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ധാരാളം വെള്ളം കുടിക്കുക, അങ്ങനത്തെ രീതികൾ നമ്മൾ ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, വെള്ളം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ശോധനയ്ക്ക് നിർബന്ധമായിട്ടും പോകണം. ശോധന, മൂത്രമൊഴിക്കുക, ശോധനയ്ക്ക് പോവുക. അതിനുശേഷം നമ്മൾ 5 മണിക്കാണ് എണീക്കണതെങ്കിൽ 7 മണിക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം. അപ്പൊ അതൊരു ഇപ്പൊ നമുക്ക് മെയിൻ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇഡ്ഡലിയോ ദോശ നൂലപ്പം അങ്ങനത്തെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണമെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ ഒരു ചെറുപാട് എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ ഇത്തിരി കപ്പലണ്ടി കഴിക്കുക, എന്തെങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം. അല്ലാണ്ട് 5 മണിക്ക് എണീക്കണ ഒരാള് 9:30, 10 രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം ശരിക്കും പറയുന്നത് രാവിലെ 7 മണി മുതൽ 9 മണി വരെയാണ്. 8 മണിയാണ് ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള സമയം, അതായത് ഏറ്റവും നല്ലത് നമ്മൾ ഭക്ഷണം കഴിക്കണേന്. ശരിക്കും 9 മണി കഴിഞ്ഞാൽ 11 മണി വരെ ഒന്നും കഴിക്കരുതെന്നാ പറയാ. അപ്പൊ നമ്മള് എണീറ്റു, വെള്ളം കുടിച്ചു. പിന്നെ നമ്മള് ഈ ഒരു 40-50 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ അതുപോലെ മുടി കൊഴിച്ചിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് നമ്മള് നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്. അപ്പൊ രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഒരു നെല്ലിക്ക, അത് ഉപ്പിലിട്ട് നെല്ലിക്ക കഴിച്ചോണ്ട് ഒരു ഗുണമില്ല. ഇത്തിരി ഉപ്പ് കൂട്ടി കഴിക്കാം, പക്ഷെ ഉപ്പിലിട്ടിട്ട് കഴിക്കരുത്. ഉപ്പിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള അംശമൊക്കെ ഉപ്പിലോട്ട് ഇറങ്ങിയിട്ട് ഉപ്പുവെള്ളമാണ് നെല്ലിക്കയുടെ ഉള്ളില് കേറുക. അതുകൊണ്ടാണ് ഉപ്പിലിട്ടത് കഴിക്കരുതെന്ന് പറയുന്നത്. അതുപോലെ കറുത്ത എള്ള് നമ്മുടെ ചുറ്റുപാടും കിട്ടുന്ന സാധനങ്ങൾ എന്നല്ലാണ്ട് കുറെ സപ്ലിമെന്റ്സോ മരുന്നുകളോ കഴിക്കാണ്ട് നമുക്ക് കിട്ടാവുന്ന പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ചെറുധാന്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നോക്കാം. അപ്പൊ നമ്മള് കറുത്ത എള്ള് 2 സ്പൂൺ തലേദിവസം കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടത് രാവിലെ എണീറ്റ ഉടനെ ചവച്ചരച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഏതൊരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക, അത് എല്ലിനും പല്ലിനും മുടിക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുളിയുടെ കാര്യം, ഇപ്പൊ ജോലിക്ക് പോണ ആൾക്കാരാണെങ്കിൽ, എനിക്ക് നിങ്ങളുടെ പ്രായത്തിനെ കുറിച്ചിട്ട് വലിയ ധാരണയില്ല, കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണു. ക്ലീനേച്ചി എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ജോലിക്ക് പോണ ആൾക്കാർ ഇതിലുണ്ടാവുമല്ലോ. അപ്പൊ ജോലിക്ക് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയാം, രാവിലെ എണീറ്റ ഉടനെ തല കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് 2 തോർത്തെങ്കിലും വെച്ച് തല നന്നായി തോർത്തുക. വെള്ളം പരമാവധി കളയുക. ആൾക്കാർ 8:30 ജോലിക്ക് പോകണമെങ്കിൽ 8:20 തല കുളിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് എന്നും കഴുത്ത് വേദനയും കൈ കടച്ചിലായിട്ട് നടക്കും. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരിറക്കാണത്. നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി, ഒരാഴ്ച തലകുളി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വേദന അപ്പൊ അവിടെ പോവും. നമുക്ക് OP-യിൽ സ്ഥിരം പറഞ്ഞ പേഷ്യൻസ് ആണ്, ആൾക്കാർക്ക് അറിയില്ല അത്. അപ്പൊ തല കുളിക്കണുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ 2 മണിക്കൂർ ഗ്യാപ്പായിട്ട് നന്നായി ഉണങ്ങണ പോലെ ഉണ്ടകെട്ട് കെട്ടി വെച്ചിട്ട് പിന്നെ പണികളൊക്കെ അങ്ങനെ നടക്കരുത്. മുടി വിടർത്തിയിട്ടിട്ട് ഉണക്കിയതിന് ശേഷം വേണം നമ്മൾ ജോലിക്ക് പോവാനായിട്ട്. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക തലകുളിയുടെ. പിന്നെ തലകുളിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് എണ്ണ തേപ്പ്. ഒരു പ്രായം കഴിഞ്ഞ് എല്ലാവരും ആരോഗ്യം നശിക്കുമ്പോഴാണ് ഈ നീരിറക്കം വരുന്നത്. അല്ലാണ്ട് നമ്മള് ചെറുപ്പത്തിലൊന്നും നമുക്ക് ഏത് നേരത്ത് തല കുളിച്ചാലും പ്രശ്നങ്ങളില്ല. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയം പറ്റില്ല, വെയിൽ കൊള്ളാൻ പറ്റില്ല, മഴ കൊള്ളാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ബോഡി വീക്കായി എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല കുളി നമുക്ക് പറ്റണില്ല എന്ന് കണ്ട എണ്ണ തേപ്പുകള് മാറ്റുക. ചില ആൾക്കാർ എല്ലാ തണുപ്പുള്ള സാധനങ്ങൾ, തണുപ്പ് പറ്റാത്ത ആൾക്കാരാവും നീരിറക്കമുള്ളവർക്ക് എല്ലാ എണ്ണകളും വാരി തേക്കരുത്. ഇപ്പൊ നമ്മള് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പറയും മൈലാഞ്ചി ഉണ്ടാവും, കറ്റാർവാഴ ഉണ്ടാവും, പിന്നെന്താ ചെമ്പരത്തി ഉണ്ടാവും, ഉലുവി ഉണ്ടാവും. ഇതെല്ലാം തണുപ്പുള്ള സാധനങ്ങളാണ്. അപ്പൊ ഈ തണുപ്പുള്ള സാധനങ്ങളൊക്കെ ഇട്ടുള്ള എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴുത്ത് വേദന, കൈവേദന ഇതൊന്നും മാറിപ്പോവില്ല. അപ്പൊ അതിന് ചില ആൾക്കാർക്ക് തല പോയാലും തലമുടി പോകാണ്ടിരുന്നാൽ മതി എന്നുള്ളൊരു വിചാരമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മുടെ ആരോഗ്യത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറ്റണ്ടോന്ന് നോക്കിയിട്ട് വേണം എണ്ണ തേപ്പും കുളിയൊക്കെ. അതുപോലെ തന്നെ തൈലം തേച്ച് കുളിക്കുന്നതൊക്കെ നല്ലത് തന്നെയാ. പക്ഷെ നമ്മള് ഒരിക്കലും തൈലം തേക്കുമ്പോ ഇപ്പൊ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നമ്മൾ അതിന് മെഡിസിൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. അത് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ രോഗങ്ങൾക്കും എല്ലാ വേദനകൾക്കും തൈലം തേച്ചാൽ കുറവല്ല ഉണ്ടാവുക. ചില വേദന വാതരോഗങ്ങൾക്ക് തൈലം തേച്ചാൽ കൂടുതൽ ഉണ്ടാവും. അതിൽ പെട്ട ഒന്നാണ് ഈ രക്തവാതം എന്ന് പറയുന്നത്. രക്തവാതത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ എല്ലാ ജോയിന്റുകളും വേദന ഉണ്ടാവും. അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ തട്ടുകയോ മുട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരവേദന എടുക്കുക. അങ്ങനത്തെ അസ്വസ്ഥതകളൊക്കെ ഉള്ളവർക്ക് ഒരിക്കലും തൈലം തേക്കാൻ പാടില്ല. അപ്പൊ നമ്മള് എല്ലാ കണ്ടീഷനിലും നമ്മളങ്ങനെ തൈലങ്ങൾ തേക്കരുത്. സാധാ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് തൊട്ട് വരട്ടുക. പിന്നെ എണ്ണ തേക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണ തേക്കാതിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ എണ്ണ തേപ്പിനെ കുറിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മളുടെ ഏതൊരു മോയ്സ്ചറൈസറിനേക്കാളും നല്ല എഫക്റ്റ് കിട്ടുന്നത് നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ തന്നെയാണ്.
വെളിച്ചെണ്ണ തേച്ച് കുളിക്കുക. സ്കിന്നിനൊക്കെ നമ്മുടെ മുഖത്തൊക്കെ ഇപ്പൊ എല്ലാവരും പറയും മോയ്സ്ചറൈസർ വേണം, അത് വേണം, ഇത് വേണം. ഞാൻ കാര്യം ഉണ്ടാക്കണതൊക്കെ തന്നെയാണ്. എന്നാ പോലും നമ്മുടെ സ്വാഭാവികമായ വെളിച്ചെണ്ണ ആയാലും അതായാലും മതി. അത് തേച്ച് കുളിച്ചാല് നമ്മുടെ തൊലിക്ക് മാർദ്ദവും സ്കിന്നിന് തിളക്കമൊക്കെ ഉണ്ടാവും. അപ്പം കുളിയുടെ കാര്യം നമ്മൾ ഇത്ര ശ്രദ്ധിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം ഒരു 12:30ക്കും 1:30ക്കും ഇടയിൽ ഫുഡ് കഴിക്കാൻ നോക്കുക. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ വെള്ളം കുടിക്കാൻ നോക്കരുത്. ഒന്നില്ലെങ്കിൽ അരമണിക്കൂർ മുന്നേ അല്ലെങ്കിൽ അരമണിക്കൂർ ശേഷം. പിന്നെ വൈകിട്ടത്തെ ഭക്ഷണം എപ്പോഴും ഒരു 7:30ക്ക് മുന്നേ 8 മണിക്ക് മുന്നാക്കി കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഉച്ചയ്ക്ക് മാത്രം ചോറ് കഴിച്ചിട്ട് രാവിലെയും വൈകിട്ടും ചെറുധാന്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ റാഗി, കഞ്ഞിപ്പുല്ല്, പുല്ല് എന്നൊക്കെ പറയണ റാഗി, അല്ലെങ്കിൽ യവം, അങ്ങനത്തെ ഏത് ചെറുധാന്യം ആയാലും, തേന, അങ്ങനത്തെ ഏതെങ്കിലും ഒരു ചെറുധാന്യം, ഓട്സ്, ഇതൊക്കെ നമ്മള് ശീലാക്കണത് വളരെ നല്ലതാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴവർഗ്ഗങ്ങൾ കുറച്ച് കഴിക്കണമെന്ന് കുഴപ്പമില്ല. പിന്നെ എല്ലാവരുടെ വിചാരം ഷുഗർ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കൂടുള്ളൂ എന്നാണ്. ചോറ് തിന്നാലും ഇപ്പൊ പഞ്ചസാര കഴിച്ചാലും ഒന്നുമല്ല, നമ്മൾ ഉറങ്ങിയില്ലെങ്കിലും ഷുഗർ കൂടും. നമ്മൾ സ്ട്രെസ് കൂടിയാലും നമ്മുടെ ഷുഗർ കൂടും. ഇപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും പിറ്റേ ദിവസം നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുഗർ കൂടുതലായിരിക്കും. അപ്പൊ സ്ട്രെസ് ഒരു വലിയ ഫാക്ടറാണ്. ഇപ്പം സോളമൻ അച്ഛനായാലും ജോസഫ് അച്ഛനായാലും പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. ഞാൻ എന്ത് ക്ലാസ് എടുത്താലും ഫസ്റ്റ് എന്റെ സ്ലൈഡ് താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കൈകൂപ്പിയതിൽ ഇപ്പൊ സ്ലൈഡ് ഷെയറിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. ഡോക്ടേഴ്സിനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ, നമ്മള് സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഫസ്റ്റ് താങ്ക്സ് എന്നുള്ള സ്ലൈഡാ കാണിക്കുക. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്ദി നിറഞ്ഞ ഒരു മനസ്ഥിതി ഉണ്ടാവണം. ഉള്ള ഒരു കാര്യത്തിന് നന്ദി പറയുക. ഇല്ലാത്തതിനെ കുറിച്ച് നമ്മൾ വിഷമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അങ്ങ് പരാതിപ്പെടാൻ ഇനി നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ദിനചര്യയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദിവസം ചെയ്യേണ്ട കാര്യങ്ങളില്. പിന്നെ നമ്മുടെ സമയം ഏകദേശമായി തോന്നുന്നുണ്ട്. 2-3 കാര്യങ്ങള്. മഴക്കാല രോഗങ്ങളിൽ നമ്മള് വീട്ടിൽ ചെരുപ്പ് ഉപയോഗിക്കുക. പിന്നെ പുകയ്ക്കാനായിട്ട് എന്തെങ്കിലും കുന്തുരിക്കോ അല്ലെങ്കിൽ ആയുർവേദമായിട്ട് പറയുകയാണെങ്കിൽ അപരാജിത ധൂപചൂർണം എന്ന് പറഞ്ഞിട്ട് ഒരു പൊടി കിട്ടും. അതിട്ടിട്ട് പുകയ്ക്കുന്നത് ഇങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള അസുഖങ്ങൾ, പനി, പകർച്ചപ്പനികളിലേക്ക് പ്രതിരോധിക്കാൻ നല്ലതാണ്. പിന്നെ പനികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലഘുവായിട്ടുള്ള ആഹാരം കഴിക്കുക. നമുക്ക് ക്ഷീണം ഉണ്ടെന്ന് വെച്ചിട്ട് വിശപ്പില്ലെങ്കിൽ നമ്മള് കണ്ണി കണ്ട സാധനങ്ങളൊന്നും തിന്നാണ്ടിരിക്കുക. പനിയിലൊക്കെ കഞ്ഞി മാത്രം. പണ്ട് കാലത്ത് എന്തുകൊണ്ടാണ് കഞ്ഞിയും ചുട്ട പപ്പടം കഴിപ്പിച്ചിരുന്നത്? പനി വന്നാൽ നമ്മുടെ വിശപ്പ് പോവും, ദഹനം ഉണ്ടാവില്ല, ദഹനരസം ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല. അപ്പൊ നമ്മളതില് കൊറോണയില് ഒരുപാട് പേര് ചെയ്ത തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിയിറച്ചി കഴിക്കുക. പ്രോട്ടീൻ കിട്ടണം എന്ന് പറഞ്ഞിട്ട് കോഴി, എന്ത് അസംബന്ധാന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ കുറെ പേഷ്യൻസും കഴിച്ചു, അങ്ങനെ അലോപ്പതി ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിക്കുക. ഏത് ഡോക്ടർമാര് പറഞ്ഞാലും നമ്മൾക്കറിയാവുന്ന ഒരു യുക്തി ഉണ്ടാവുമല്ലോ. പനി വരുമ്പോ നമുക്ക് ശരീരം വിശപ്പ് കാണിക്കാത്തതിന്റെ കാരണം നമ്മുടെ ശരീരത്തിന് അതിനെ ദഹിക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ കാണിക്കേണ്ട വരും. അപ്പോ സൂചി കാണിച്ചില്ലെങ്കിൽ ചിലപ്പോ നമ്മൾ സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പോണ്ട് എടുക്കേണ്ട വരും എന്ന് പറയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. എല്ലാം വെച്ചോണ്ടിരിക്കണം എന്നല്ല, നമുക്ക് പറ്റണ കാര്യങ്ങള് നമ്മൾ ലഘുവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ റെഫർ ചെയ്യാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. എത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു ഡോക്ടറെ. ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിന് ഒത്തിരിയേറെ നന്ദിയുണ്ട്. ഇതിൽ കൂടുതലൊക്കെ മധ്യവയസ്കരാണ്. അടുത്തതായി വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്ന ആശാ വർക്കറും സാമൂഹ്യ പ്രവർത്തകയുമായ പറവട്ടാനി 14ാം ഡിവിഷനിലെ ശ്രീമതി വത്സ ടോമിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ദർശന ക്ലബിന്റെ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. ഇവിടെ പറഞ്ഞു കേട്ടതുപോലെ ഒരുപാട് നന്മ പ്രവൃത്തി ചെയ്യുന്ന ഒരു 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 പ്രവർത്തന മേഖലയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ റിപ്പോർട്ട് വായിച്ചപ്പോൾ കേട്ടത് ഉയരം കുറഞ്ഞവരുടെ ഗ്രൂപ്പ്, ചലനരഹിതരുടെ ഗ്രൂപ്പ്, അതുപോലെ കാഴ്ച പരിമിതിക്കാരുടെ ഗ്രൂപ്പ്, വിധവകളുടെ ഗ്രൂപ്പ്, ഭിന്നശേഷിക്കാരുടെ ഗ്രൂപ്പ്, ഇങ്ങനെ കുറേയേറെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഒരു ക്ലബാണെന്ന് എനിക്ക് മനസ്സിലായി. വളരെ അഭിനന്ദനങ്ങൾ.
കാരണം ഇങ്ങനെയും പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ ആലംബഹീനരായവർക്കും ഒരുപാട് പ്രയോജനം ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതിൽ സന്തോഷം. അതുപോലെ തന്നെ നമ്മൾ തുടർച്ചയിൽ കേട്ടു A4 ഷീറ്റിലെ കറുത്ത ഡോട്ടിനെ കുറിച്ച്. നമ്മുടെ പോസിറ്റീവിനെ നമുക്ക് കാണാം. മാത്രമല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചെറിയ കഴിവുകൾ ഉപയോഗിച്ച് തന്നെ സന്തോഷത്തോടെ ആ കഴിവിനെ വളർത്തിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്കൊരു പരിധി വരെ ചിന്തിക്കാനായിട്ട് പറ്റി. എനിക്ക് തന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വിധവകളുടെ അല്ലെങ്കിൽ വിധവകൾക്ക് വിവിധ തരം പെൻഷനുകളെ കുറിച്ചും അതുപോലെ തന്നെ ശാരീരിക മാനസിക വെല്ലുവിളികളെ കുറിച്ച് ഉള്ള ഒരു അവയർനെസ്. ഇത്രയാണ് എനിക്ക് തന്നിരിക്കുന്ന സമയവും എനിക്ക് തന്നിരിക്കുന്ന ആ ഭാഗവും. ഇവിടെ കേട്ടിടത്തോളം കൊണ്ട് പല രീതിയിൽ നമ്മൾ പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ പ്രവർത്തിക്കുന്നവരോട് തന്നെ ഇനി എന്ത് ഞാൻ പറയാനാണ്. കാരണം എന്താ വെച്ചാൽ അവരെല്ലാം നല്ല ആക്റ്റീവായി മുന്നോട്ട് പോകുന്നവരാണ്. എങ്കിലും നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇപ്പൊ നമുക്ക് ധാരാളം പേര് ഒരു ഇതിനകത്ത് ഒരു പരിധിവരെ പ്രായമുള്ളവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പെൻഷനുകൾ തന്നെ പലതരത്തിലുണ്ട്. വിധവ പെൻഷൻ, അതുപോലെ വാർദ്ധക്യ പെൻഷൻ, സാമൂഹ്യ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ പെൻഷൻ, അതുപോലെ അവിവാഹിത പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, ഇങ്ങനെ വിവിധ തരം പെൻഷനുകൾ നമുക്കുണ്ട്. അപ്പൊ ഈ പെൻഷനുകളൊക്കെ ഏത് തരം പെൻഷനുകളായാലും അതൊക്കെ കൃത്യതയോടെ കൃത്യസമയത്ത് നമ്മൾ ഗവൺമെന്റിൽ നിന്നും വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉചിതമായ ഒരു കാര്യം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്നാണെന്ന് വെച്ചാല് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതാണെങ്കിൽ നമ്മൾ ആശ്രയിക്കണം. അതല്ല, നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന, അതായാലും പെൻഷനുകൾ ഒരു പരിധി വരെ നമുക്ക് മറ്റൊരാളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. അതായത് ഇപ്പൊ വിധവ പെൻഷൻ ആണെങ്കിൽ നമുക്കറിയാം ഭർത്താവ് ഉപേക്ഷിച്ചതും അതുപോലെ തന്നെ പുനർവിവാഹിതയല്ല എന്നും കാണിക്കുന്ന ഒരു രീതിയിൽ 50 വയസ്സ് തികഞ്ഞിരിക്കണം. ഇതൊക്കെയാണ് വിധവ പെൻഷന്റെ ഒരു കാറ്റഗറി. അപ്പോ അത് നമുക്ക് 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷമല്ല, ആ സമയത്ത് തന്നെ അവർ 50 വയസ്സിന്റെ തൊട്ട് മുമ്പ് തന്നെ നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കി പോകണം. പെൻഷൻ ഗവൺമെന്റ് നമുക്ക് തരുന്നതാണ്. അത് വാങ്ങിക്കാനുള്ള ഒരു കഴിവും നമ്മൾ ആർജിച്ചെടുക്കണം. അതുപോലെ വാർദ്ധക്യ പെൻഷനെ കുറിച്ച് പല സ്ഥലങ്ങളിലും 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കാമെങ്കിലും പല സ്ഥലത്തും 65, 66, 67 ഇതൊക്കെ ആയാലും അവർ വേണ്ടതുപോലെ അവർക്ക് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവർ വേണ്ടതുപോലെ അത് വാങ്ങിച്ചെടുക്കാത്ത ആളുകൾ ഉണ്ട്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് അത് കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ള അറിവില്ലായ്മ ഉണ്ടാവാം. അതുപോലെ തന്നെ മറ്റുള്ളവരെ ആശ്രയിച്ച് വാങ്ങേണ്ടതായി വരുമോ അങ്ങനത്തെ ഉള്ള കുറെ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഗവൺമെന്റ് തരുന്നതായ ചില പദ്ധതികളും ഒക്കെ വാങ്ങിയെടുക്കാൻ നാം ഉത്സാഹമുള്ളവരും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താൻ നാം നോക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ തയ്യൽ തൊഴിലാളി പെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ കർഷക തൊഴിലാളി പെൻഷൻ ഉണ്ട്. ഏറ്റവും ഉപരിയായിട്ട് ഈ 1600 രൂപ നമുക്ക് കിട്ടുന്ന ഈ പെൻഷൻ അത് കൃത്യമായി ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് മസ്റ്ററിംഗ് എന്ന് പറയുന്ന ആ ഒരു ദൗത്യം നമ്മൾ ചെയ്തേ മതിയാവൂ. അത് ചെയ്തില്ല എങ്കിൽ പലർക്കും ഇന്ന് ആ പെൻഷൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് മസ്റ്ററിംഗ്, ഇപ്പൊ ഈ ജൂൺ മാസത്തില് മസ്റ്ററിങ്ങിന്റെ സമയമാണ്. 1 വർഷക്കാലത്തേക്കാണ് നമ്മൾ മസ്റ്ററിങ് ചെയ്യുന്നത്. ഈ മസ്റ്ററിങ് നമ്മൾ കൃത്യമായി ചെയ്യുക തന്നെ ചെയ്യണം. അത് ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു കടലാസ് ഉണ്ട്. ആ കടലാസ് നമ്മൾ കൈപ്പറ്റിയിരിക്കണം. അതല്ല എങ്കിൽ പലർക്കും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോയി മസ്റ്ററിങ് ചെയ്തവരുണ്ട്. അവർക്കൊന്നും ഇത് സാധ്യമല്ല, കിട്ടുന്നതല്ല. അതുകൊണ്ട് ഈ മസ്റ്ററിങ് ചെയ്യുന്നത് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ചെയ്യുകയും അവരത് വാങ്ങിയെടുക്കാനായിട്ട് ഉത്സാഹമുള്ളവരുമായിരിക്കണം. അതുപോലെ തന്നെ ഈ വിധവാ പെൻഷന്റെ ഒരു പ്രത്യേകത, അവിവാഹിത പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഗസറ്റഡ് ഓഫീസറുടെ ഒരു സാക്ഷ്യപത്രം
നമുക്ക് നിർബന്ധമാണ്. എന്തിനാണ് ഈ സാക്ഷ്യപത്രം എന്ന് പലപ്പോഴും പലരും ഞങ്ങളോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ സാക്ഷ്യപത്രം എന്താണെന്ന് വെച്ചാല്, പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നും ഞാനിപ്പോൾ വിവാഹിതയല്ല എന്നുള്ളതാണ് ഈ സാക്ഷ്യപത്രത്തിന്റെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ അത് ഗസറ്റഡ് ഓഫീസർ ഒപ്പുവെക്കുമ്പോൾ മാത്രമാണ് അത് കോർപ്പറേഷൻ തലത്തിലായാലും പഞ്ചായത്ത് തലത്തിലായാലും അതവർക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ സാമൂഹ്യ പെൻഷന് ചില മാനദണ്ഡങ്ങളുണ്ട്. മാനദണ്ഡങ്ങളിൽ ഉള്ളത് അപേക്ഷകരുടെ കുടുംബം 1 ലക്ഷം രൂപ വാർഷിക വരുമാനത്തിൽ കവിയരുതെന്നുണ്ട്. അതുപോലെ BPL കുടുംബം ആവണമെന്നുണ്ട്. 4 ചക്ര വാഹനങ്ങൾ പാടില്ലെന്നുണ്ട്. എന്നാൽ ഇതൊന്നും ചില കാറ്റഗറിയിൽ ഇതൊക്കെ മറികടക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഇതൊന്നും പ്രാധാന്യമല്ല. അവരവരുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോ കൗൺസിലർമാരെയോ ഒക്കെ നേരിട്ട് കണ്ട് അവര് രഹസ്യമായും ഒക്കെ കാര്യങ്ങൾ നേടിയെടുത്തിട്ട് പലരും അവിടെ അർഹതപ്പെട്ടവർ അനർഹരാകുന്നു എന്നുള്ള ഒരു കാര്യവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നിയമപ്രകാരം നമുക്ക് ലഭ്യമാവേണ്ടതായ ഈ പെൻഷനുകള് കൃത്യമായി വാങ്ങിയെടുക്കാനും കൂടി ഒരു കഴിവ് നമുക്ക് വേണം. അതിന് നമുക്ക് സ്വന്തമായി ഇല്ലെങ്കിൽ അത് അംഗൻവാടി ടീച്ചർമാരുണ്ട്. അതുപോലെ തന്നെ ഇത് അറിയാവുന്ന നമ്മുടെ പഞ്ചായത്തിലെ ആളുകളുണ്ട്. അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ചെയ്യണം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഒരു ക്യാൻസർ രോഗിക്ക് നിങ്ങൾക്കറിയാം, ചികിത്സിക്കാനായിട്ട് ഗവൺമെന്റ് തലങ്ങളിൽ പോയാൽ അവർക്ക് 5 ലക്ഷം രൂപ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ ക്യാൻസർ രോഗി ഗവൺമെന്റ് തലത്തിൽ ചികിത്സിക്കുമ്പോൾ ചികിത്സയുടെ ഒരു പകുതിയിൽ വെച്ച് തന്നെ അവര് ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഒരു ഫോം മേടിച്ച് ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ അവർക്ക് 1000 രൂപ എല്ലാ മാസവും നൽകി വരുന്നുണ്ട്. അതിന് ചെയ്യേണ്ടത് ഹോസ്പിറ്റലിൽ, അതായത് ഇപ്പൊ നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിലോ അതുപോലെ മെഡിക്കൽ കോളേജിലോ ഒക്കെ ചികിത്സിക്കുന്നവർക്കാണ് ഈ സഹായം ലഭ്യമാവുന്നത്. അപ്പൊ അങ്ങനെ ലഭ്യമാവണമെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ്. ഇവിടെയാണ് ചികിത്സിക്കുന്നത് എന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കിയാൽ നമുക്ക് എല്ലാ മാസവും 1000 രൂപ നമുക്ക് ലഭ്യമാണ്. അത് നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ ശാരീരികമായ പോഷകാഹാരം ലഭിക്കുന്നതിന് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് നമ്മൾ കൃത്യമായി വാങ്ങാനായിട്ട് നമ്മൾ നോക്കണം. അതുപോലെ അറിയില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ കിഡ്നി പേഷ്യന്റ് ഉണ്ട്. കിഡ്നി പേഷ്യന്റിനും ഇതുപോലെ തന്നെയാണ്. അവർക്ക് 1000 രൂപയൊന്നുമില്ല. ഗവൺമെന്റ് ആയിട്ട് അവർ ചികിത്സിച്ചാൽ അവർക്ക് ഡയാലിസിസിനും അതുപോലെ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതിൽ നിന്നൊക്കെ ധാരാളം ഫണ്ടും ഒക്കെ ലഭ്യമാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു പുതിയ ഇത് എന്താന്ന് വെച്ചാല്, ഒരു 30 വയസ്സിന് ശേഷം ഉള്ള എല്ലാ വ്യക്തികൾക്കും BP ഷുഗർ എല്ലാവർക്കും പരിശോധിക്കുമ്പോൾ ഒരു 50% ആളുകൾക്കും ഇന്ന് BP ഷുഗറും കണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ധാരാളം പേർക്കും ചെറുപ്രായത്തിൽ തന്നെ ഇത് കണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണ ക്രമീകരണമാണ്. ഡോക്ടർ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ കിടന്നാൽ മാത്രമേ നമുക്ക് നേരത്തെ എഴുന്നേക്കാൻ സാധ്യമാവൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ കിടക്കാനും നേരത്തെ എഴുന്നേക്കാനും നോക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ BP ഷുഗറും എല്ലാ മാസത്തിലും ഒന്ന് ചെക്ക് ചെയ്യുക. പുതിയതായിട്ട് നമ്മൾക്ക് ഷുഗറും പ്രഷറും ഉണ്ട് എങ്കിൽ അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഗവൺമെന്റ് തലത്തില് PSCകൾ വഴി അതുപോലെ തന്നെ ഹെൽത്ത് സെന്ററുകൾ വഴിയൊക്കെ ഇവർക്ക് ഫ്രീ ആയി മരുന്നും ചികിത്സകളും ഒക്കെ ലഭ്യമാണ്. അപ്പൊ അതൊക്കെ ഒരു ബുക്കായിട്ട്, ഒരു ചെറിയൊരു ബുക്ക് നമുക്ക് കൊണ്ടുപോകുകയും അതിനകത്ത് ആ മരുന്നുകളെ എഴുതി നമുക്ക് തരികയും കൃത്യമായി ആ മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്താൽ ഇതൊക്കെ നോർമലിലേക്ക് വരികയും, അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, രോഗം വരുന്നതിന് നമ്മൾ മുന്നോടിയായിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക, അതുപോലെ ഒരു കൃത്യമായ വ്യായാമം നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു ഉറക്കത്തെ കുറിച്ച്. ഉറക്കം മസ്റ്റാണ്. ഉറക്കം നമ്മുടെ ശരീരത്തിലെ പല പ്രക്രിയകളും
നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഉറക്കം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതുപോലെ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ഒരു വ്യായാമം, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വളരെ പ്രയോജനമായിട്ട് നമ്മുടെ ശരീരത്തെ സന്തുലിതാവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് അടുത്തത് എനിക്ക് പറയാനുള്ളത്, അപ്പൊ ഇതൊരു ഞാൻ ഓടിച്ചൊന്ന് പറഞ്ഞൊന്നും മാത്രമേ ഉള്ളൂ ഈ പെൻഷനുകളെ കുറിച്ച്. പിന്നെ നമുക്ക് ഈ ശാരീരിക മാനസിക വൈകല്യമുള്ളവർക്ക് ജീവിതത്തിന്റെ സാഹചര്യം മെച്ചപ്പെടുത്തുക എന്ന ആ ഉദ്ദേശത്തോടെ തുടങ്ങിയ ചില ആനുകൂല്യങ്ങളും അവകാശങ്ങളുമാണ് നമ്മുടെ ഇവിടെ പറഞ്ഞല്ലോ ചില എന്താ പറയാ പദ്ധതികളെ കുറിച്ച്. അപ്പൊ ആ പദ്ധതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പരിധി വരെ എല്ലാവർക്കും ഇത് അറിയാവുന്നതാണ്, എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന് മാത്രമേ ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നുള്ളൂ. ആശ്വാസ കിരണം പദ്ധതിയുണ്ട്. അപ്പൊ ഇതിനകത്ത് എത്ര പേര് ഇതിനകത്ത് വിധവകളാണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇതൊന്നും എനിക്ക് അറിയില്ല, എങ്കിലും പറയുകയാണ്. ആശ്വാസ കിരണം പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വൈകല്യമോ അതുപോലെ തന്നെ തളർച്ചയോ വന്നാൽ ആ കുട്ടിയെ നോക്കുന്ന അമ്മയ്ക്ക് കിട്ടുന്ന ഒരു 600 രൂപ എല്ലാ മാസവും കിട്ടുന്ന ഒരു 600 രൂപയാണ് ആശ്വാസ കിരണം പദ്ധതി എന്ന് പറയുന്നത്. അത് നമ്മുടെ ICDS വഴിയാണ് ഇത് കിട്ടുന്നത്. അംഗൻവാടി വഴിയും ഇതിന്റെ അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആശ്വാസ കിരണം പദ്ധതിയിൽ നമ്മൾ അപേക്ഷ കൊടുക്കുകയും അത് വാങ്ങാനായിട്ട് നോക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ശ്രുതി തരംഗം എന്ന ഒരു പദ്ധതിയുണ്ട്. അത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു യേശുദാസാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ സംസാരശേഷിയും അതുപോലെ കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് ഉള്ളതായ ഒരു പദ്ധതിയാണിത്. അതിനൊരു മെഷീൻ കോക്ലിയർ എന്ന ഒരു മെഷീനാണ് അത് ചെവിയിൽ വെച്ച് കൊടുക്കുന്നത്. അത് ഫ്രീ ആണ്. അപ്പോൾ അതും അങ്ങനെയുള്ള ഒരു പദ്ധതിയാണ്. അതുകൂടാതെ വേറൊരു പദ്ധതിയുണ്ട്, സ്നേഹപൂർവം പദ്ധതി. സ്നേഹപൂർവം പദ്ധതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ഘാടകനായിരുന്നത് അന്ന് മോഹൻലാൽ ആയിരുന്നു. അത് അച്ഛനോ അമ്മയോ ഒരാൾ നഷ്ടപ്പെട്ടാൽ അവര് ജീവിച്ചിരിക്കുന്ന ആള് അല്പം പ്രയാസമുള്ളതാളാണെങ്കിൽ പഠിക്കാൻ കിട്ടുന്ന ഒരു സഹായമാണ് സ്നേഹപൂർവം പദ്ധതി എന്ന് പറയുന്നത്. അത് ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക് ഈ സഹായം ലഭ്യമാണ്. ഓരോ ക്ലാസ്സിലും അതിൻ്റെതായ സാമ്പത്തിക സഹായമാണ് നൽകുന്നത്. ഡിഗ്രിക്ക് ഉള്ള ഒരു കുട്ടിക്ക് കിട്ടുന്നത് മാസം 1000 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ കുട്ടി അതായത് സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലായിരിക്കണം പഠനം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതും നമുക്ക് വാങ്ങാനായിട്ട് ഉള്ള അറിവ് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു പദ്ധതി എന്ന് പറയുന്നത് താലോലം. അതായത് 18 വയസ്സിന് താഴെ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ സഹായമാണ് താലോലം എന്ന് പറയുന്നത്. അത് സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതിയാണ് താലോലം. അത് ഹീമോഫീലിയ അതുപോലെ സെറിബ്രൽ പൾസി എന്ന ആ രോഗം അതിനടിമയായിട്ടുള്ളവർക്കാണ് ഈ താലോലം പദ്ധതിക്ക് അർഹതയുള്ളത്. അപ്പോൾ അതും നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമായിട്ടാണ് ഇതിരിക്കുന്നത്. അതുപോലെ ഭിന്നശേഷിക്കാർക്ക് ധാരാളം ആനുകൂല്യങ്ങൾ ഇപ്പോൾ നമുക്ക് നിലവിലുണ്ട്. അതുപോലെ 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ എടുക്കുമ്പോൾ അതിനൊക്കെ കിട്ടുന്നതായ ആനുകൂല്യങ്ങൾ നമുക്കുണ്ട്. മാതൃജ്യോതി ഒരു പദ്ധതിയാണ്. അതും ഇതുപോലെ തന്നെ കുട്ടികൾക്ക് 2 വയസ്സ് വരെ കിട്ടുന്നതാണ്. അതിനുശേഷം പിന്നെ സ്കൂളിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ അവർക്ക് സാമ്പത്തിക സഹായം കൂട്ടി അവർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ വനിതകൾക്ക്, അതായത് പരിണയം പദ്ധതി എന്ന് പറയുന്നതിന് ഭിന്നശേഷിക്കാരായ വനിതകൾക്ക് വിവാഹത്തിന് ഒരു 30,000 രൂപ കൊടുക്കുന്നതാണ് പരിണയം പദ്ധതി. അപ്പോൾ ഇതും ഏത് പദ്ധതിയാണെങ്കിലും അറിവില്ലാതെ പോകരുത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. അതുകൂടാതെ പിന്നെ ഉള്ളത് ഈ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാനായിട്ട് ഒരു 35,000 രൂപ അവർക്ക് സ്വന്തം എന്താ പറയുക
അവർക്ക് ജോലി ചെയ്യുവാനുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള അംഗപരിമിതരായവർക്കും ആശ്രിതർ ഇല്ലാത്തവർക്കുമായവർക്കുള്ള ഒരു സഹായമാണ് അത്. അപ്പൊ ഇതിനൊക്കെയും നമ്മൾ ചെയ്യേണ്ടത് ഈ അംഗവൈകല്യം ഉള്ളവർക്കും അതുപോലെ തന്നെ അംഗപരിധി ഉള്ളവർക്കും ഒക്കെ ചെയ്യേണ്ടത് ഈ ഒരു കാർഡ് ഉണ്ട്. ആ കാർഡ് നമ്മൾ കൃത്യമായി അവർക്ക് എടുക്കണം. UDID കാർഡ് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ UDID കാർഡ് നമുക്കുണ്ടെങ്കിൽ എവിടെ ചെന്നാലും നമുക്കതിന് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ഈ കാർഡ്. പിന്നെ ഏറ്റവും ഉപരിയായിട്ട് എനിക്ക് പിന്നെ പറയാനുള്ളത്, ഏകദേശം ഞാൻ എൻ്റെ ടോപ്പിക്ക് അതാണ്, ഞാൻ അതങ്ങോട്ട് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും അതുപോലെ മറ്റുള്ളവരെ ചിന്തിക്കാൻ അനുവദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു മനുഷ്യന്റെ അടുത്ത് ഇടപെടുകയും ഏതൊരു മനുഷ്യനോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഒരു പുഞ്ചിരിച്ച മുഖവുമായി നാം അവരോട് അടുത്ത് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവർക്കുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ അവർക്കുള്ള ആ പ്രയാസങ്ങൾ ഒരു പരിധിവരെ ഇല്ലായ്മ ചെയ്തതുപോലെ അവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് മാത്രമല്ല, നമുക്ക് തന്നിരിക്കുന്നത് ഒരു വായും 2 ചെവികളുമാണ് അല്ലേ. അപ്പോൾ നമ്മൾ കേൾക്കാൻ വേഗതയും അതുപോലെ പറയാൻ വളരെ താമസവും ഉള്ളവരായിട്ട് ഇരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, കേൾക്കാൻ വേഗതയും പറവാൻ താമസവും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഒരാൾ പറയുന്നത് എന്താണോ എന്ന് നമ്മൾ കേട്ടിട്ട് നന്നായി ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം അതിനൊരു ആൻസർ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ വിധവകളായിരിക്കുന്നവർക്ക് വേണമെങ്കിൽ പറയാം, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം. ഒരിക്കലും നമുക്കതങ്ങനെ ചോദിക്കാനുള്ള അവകാശങ്ങൾ ഒന്നുമില്ല. ബൈബിള് തന്നെ പറയുന്നുണ്ട്, പരീക്ഷകൾ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്, അവൻ കൊള്ളാവുന്നവനായി തെളിയണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന പരീക്ഷകളെ മറികടക്കണം. അത് തന്നെയാണ് അച്ഛൻ അവിടെ പറഞ്ഞൊരു കറുത്ത ഡോട്ടിനെ കുറിച്ച്. നമ്മൾ പോസിറ്റീവ് എനർജിയെ നമ്മൾ വീണ്ടെടുക്കുവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മെ തന്നെ അതിന് ഒരുക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ളവരാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ പലപ്പോഴും നാം ചോദിക്കുക എന്തുകൊണ്ടാണ്, അത് ദൈവത്തിന്റെ പരിപാടിയാണ് കേട്ടോ. നമുക്കൊരു യോഗ്യതയുമില്ല, എന്നാൽ നമുക്ക് തരുന്ന നന്മകളും തിന്മകളും എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ അത് സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കണം. അതാണ് നാം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ദൈവത്തിന് കഴിയാത്തതായ കാര്യം ഒന്നും ഈ ലോകത്തിൽ തന്നെ ഇല്ല. നമുക്ക് തരുന്ന എല്ലാവിധ നന്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരാളായിട്ട് ഇരിക്കാനാണ് നാം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സന്തോഷം താനെ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൂടെ ചുരുക്കിയാണ്. എനിക്ക് തന്ന അവസരത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു മാഡം. ഓക്കെ. നന്ദി പറയുന്നതിനായി ശ്രീമതി ഓമന റാഫേലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം ടു ശ്രീ. ദൈവത്തിന് സ്തുതി. ദൈവത്തിൻ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 പത്രോസ് 5:6. പ്രിയ കൂട്ടുകാരെ, നമ്മ ഇവിടെ ഒന്നിച്ചു ചേർക്കാൻ ഈ ദിവസവും ഈ സമയവും ഒരുക്കി തന്ന കാരുണ്യവാനായ ദൈവത്തിന് ഞാൻ ആദ്യമായി 1000 നന്ദി പറയുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടത്തപ്പെടുന്ന 207ാമത് സ്നേഹ സംഗമത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹ സംഗമത്തിൽ ഒരു ഭാഗമാകുവാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഞാൻ ഇതില് ഇരിക്കുന്നത് പറയുന്ന കർത്തവ്യമാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ സ്നേഹ സംഗമത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ഡയറക്ടറും ഗ്രൂപ്പുകളുടെ ആത്മീയോപദേഷ്ടാവും മാർഗദർശിയുമായ റെവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ TMI അച്ഛനെ ദർശനയുടെ പേരിലും അവർ ലേഡി ഓഫ് സറോസിന്റെ പേരിലും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ സ്നേഹ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച മാർ ഗീർവർഗീസ് സഹദ ചേറൂർ പള്ളി അസിസ്റ്റന്റ് വികാരി PV ജോസഫ് അച്ഛനും ദർശനയുടെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അച്ഛൻ തന്ന നല്ല എല്ലാ സന്ദേശങ്ങൾക്കും
നമ്മുടെ കുറവുകളിലേക്ക് നോക്കാതെ നിറവുകളിലേക്ക് നോക്കുവിൻ എന്ന് പറഞ്ഞ ആ നല്ല സന്ദേശം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് അച്ഛനും പ്രത്യേകമായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ സ്നേഹ സംഗമത്തിൽ മുഖ്യാതിഥിയെ എത്തിച്ചിരിക്കുന്ന ഏങ്ങണ്ടിയൂർ ആയുർഭവൻ ആയുർവേദ ഡോക്ടർ ഡെറീന മാഡത്തിനും ദർശനയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളെ കുറിച്ച്, കുളിയുടെ കാര്യങ്ങളെ പറ്റിയും എഴുന്നേൽക്കുന്ന കാര്യങ്ങളെ പറ്റിയും ഭക്ഷണക്രമങ്ങളെ കുറിച്ചും ഞങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് തന്ന മാഡത്തിനും പ്രത്യേകമായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ സ്നേഹ സംഗമത്തിലേക്ക് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ആശാ വർക്കറും സാമൂഹ്യ പ്രവർത്തകയും പറവട്ടാനി 14 വാർഡ് മെമ്പർ ആയ ശ്രീമതി വത്സ ടോമി മെമ്പറിനും ദർശനയുടെ പേരിലും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. വിവിധ ക്ഷേമ പെൻഷനുകളുടെ കാര്യങ്ങളെ പറ്റി ഒരു ബോധം തന്ന മാഡത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു. ഈ സ്നേഹ സംഗമത്തിന്റെ അവതരണം മധുരമായ വാക്കുകൾ കൊണ്ട് നിർവഹിക്കുന്ന ശ്രീമതി ജെസി ലോറൻസിനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഏറ്റവും ഭക്തിയോടെ മനോഹരമായി പ്രാർത്ഥനാഗാനം ആലപിച്ച ശ്രീമതി ജിസി വർഗീസിനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഏറ്റവും ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ സ്നേഹ സംഗമത്തിലേക്ക് വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്ത ശ്രീമതി ജിസി ആന്റണിക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. വിവിധ ഗ്രൂപ്പുകളിലെ റിപ്പോർട്ട് വായിച്ച് എല്ലാ ഗ്രൂപ്പുകളെയും പരിചയപ്പെടുത്തുന്ന കുമാരി ലീന എം ജെ നാട്ടികയെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ദർശന സൊസൈറ്റിയുടെ PRO പിയൂസ് കോട്ടപ്പുറത്തിനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഇനി എനിക്ക് നന്ദി പറയാനുള്ളത്, ഈ സ്നേഹ സംഗമം ഏറ്റവും മനോഹരമായി തീർക്കാൻ വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എന്റെ പ്രിയ കൂട്ടുകാർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ദർശനയുടെ ഉന്നമനത്തിനും വളർച്ചയ്ക്കും എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ മനോഹരപൂർവമായി നന്ദി പ്രകടനം ചെയ്ത ഓമന ചേച്ചിക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇനി ഈ മീറ്റിംഗിൽ എത്തിച്ചേർന്ന് തന്റെ വിലപ്പെട്ട സമയം തന്നുകൊണ്ട് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതിലുപരിയായി കാരുണ്യവാനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്.